പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് നേരിട്ട് ചോദിച്ചാണെങ്കിലും ശരി, മെസ്സേജ് അയച്ച് ചോദിച്ചാണെങ്കിലും ശരി, വീഡിയോ ഇടാതെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേ ചോദിക്കാൻ തുടങ്ങി ബ്രേക്കപ്പ് ആയോന്ന്. ഞാൻ പറയണ്ടെന്ന് വെച്ചാ, പക്ഷെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ കുറെ നാളിന് ശേഷം ഇപ്പൊ കാണുന്നത്. എന്റെ യൂട്യൂബിലെ ഈ 5 വർഷത്തെ കരിയറിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര വലിയൊരു ഗ്യാപ്പ് എടുക്കുന്നത്. 4 മാസത്തോളമായി ഞാൻ എന്റെ പിള്ളേരെ കണ്ടിട്ട് ഐ പോസ്റ്റഡ് സ്റ്റോറി ഓൺ ഇൻസ്റ്റാഗ്രാം അല്ല വേണ്ട, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ചോദ്യം എന്താന്ന് പറഞ്ഞാൽ, എവിടെ ആയിരുന്നു നിങ്ങൾ? ഈ വീഡിയോ സത്യം പറഞ്ഞാൽ മൊത്തം കാണണം. ഞാൻ എന്റെ റോ വർഷം കാണിച്ചു തരാം, തുണിയില്ലാത്ത തന്നെ. ന്യൂസ് കാണാമെന്ന് വിചാരിക്കണ്ട, മാനസികമായി. ഇതിനകത്ത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് എന്നോട് ചോദിച്ചു എവിടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്നോട് ഇത്രയും പേര് ചോദിക്കുന്നത്. സത്യമായിട്ട് അപ്പൊ ഞാൻ എവിടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഞാൻ എവിടായിരുന്നു. ഞാൻ എവിടെയൊക്കെയോ ആയിരുന്നു. സത്യം പറയല്ലേ, യൂട്യൂബ് ജിമ്മുമായിട്ട് ഞാൻ ഇത്രയും കാലം നടന്നപ്പോൾ എനിക്ക് മനസ്സിലാവാതെ പോയൊരു കാര്യമുണ്ട്. ഞാൻ വെറും മൊണ്ണയാണ്. ഇത് രണ്ടെണ്ണം ഇല്ലെങ്കിൽ ഞാൻ മൊണ്ണയാണ്. ഞാനും മൊണ്ണ, എൻ്റെ കൂട്ടത്തിലുള്ളൊരു മൊണ്ണയാണ്. ചുമ്മാ ഞാൻ മാത്രമേ ഉള്ളൂ മൊണ്ണ. കോളേജിൽ നിന്ന് ഡീബാറായി അല്ലേ? ഇതൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കോഴ്സിൽ നിന്ന് എനിക്ക് വേറെ കോഴ്സിലോട്ട് പോകണമെന്ന് ഭയങ്കര ഒരു ത്വര കയറി. ഇപ്പൊ ഞാൻ എന്തോടുത്ത് എനിക്ക് ഈ കോളേജിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. ഞാൻ രാവിലെ ബാഗും തൂക്കി അവിടെ പോകും, അത്രേ എനിക്കറിയത്തുള്ളൂ. നടന്നങ്ങനെ ചെല്ലുമ്പോൾ എന്റെ ഫ്രണ്ട് ഇതാ നിൽക്കുന്നു, അഡ്മിഷൻ ഓഫീസ്. ഞാൻ വിചാരിച്ചു അഡ്മിഷൻ ഓഫീസ്, വാവ്, ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഡ്മിഷന്റെ എല്ലാ കാര്യവും അറിയാൻ പറ്റും. എന്നെ ഒരു കോഴ്സ് മാറ്റും. ഞാൻ അവിടെ കയറി ചോദിച്ചു, അവരെന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അങ്ങനെ അഡ്മിഷൻ ഓഫീസ് താഴെയായിരുന്നു. അവിടെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു. മണ്ടയ്ക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സംഭവത്തിൽ. അവിടെ ചെന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു മൂഞ്ചാൻ. ആദ്യം ഡിപ്പാർട്ട്മെന്റിൽ പോയി ചോദിച്ചിട്ട് വേണമായിരുന്നു ഞാൻ അഡ്മിഷൻ ഓഫീസിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഞങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കോഴ്സ് മാറ്റി അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു. പിന്നെ എന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അവരെനിക്ക് ഏതാണ്ടൊക്കെ ചെയ്ത് തന്നു. എന്നെ മറ്റേ ക്ലാസ്സിലൊക്കെ കൊണ്ടുവന്ന് ഇരുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, എന്റെ മറ്റേ കോഴ്സിൽ ഞാൻ ഏകദേശം 1 മാസത്തോളം ഇരുന്നായിരുന്നു. ഈ കോഴ്സിലാണെങ്കിൽ ഞാൻ ഇപ്പൊ കയറിയതേ ഉള്ളൂ. എന്റെ അറ്റൻഡൻസ് 0. ഞാൻ അവരോട് ചോദിച്ചായിരുന്നു, അതുകൊണ്ട് എനിക്ക് വല്ല പ്രശ്നം ഉണ്ടാവും, അവസാനം എക്സാം എഴുതാതെ ഇരിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു കുഴപ്പമില്ലെന്നു. അങ്ങനെ ദാ വന്നു എക്സാമിന്റെ ദിവസം. ഒരിക്കലും ഇല്ലാത്ത പോലെ ഞാൻ ഇരുന്നങ്ങ് പഠിച്ചു ആ എക്സാമിന് വേണ്ടി. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നു, കോളേജിൽ ചെന്നു. എന്നിട്ട് ആ ഹോൾ ടിക്കറ്റ് അങ്ങോട്ട് മേടിച്ചപ്പോഴാണ് കണ്ടത് എല്ലാത്തിനും ഡീബാറ്. വാവ്. പിന്നെ ഞാൻ 21 ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇതെല്ലാം കൂടെ ആയം തട്ടുന്നുള്ള ബുദ്ധിയൊന്നുമില്ല. എന്തുവായിരുന്നു പരിപാടി? ഐറ്റൽ ഡിസംബുഗേഷൻ. അപ്പോ അറൌണ്ട് 5 months. മനസ്സിലായി. ഇത്രയും ദിവസം എന്തുവായിരുന്നു പരിപാടി എന്ന്. പിന്നെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചറെ കുണം പിടിക്കത്തില്ല. സത്യം പറഞ്ഞാൽ കുറച്ചേറെ പരിപാടികളുണ്ടായിരുന്നു. മെയിൻലി ഞാൻ കറങ്ങാൻ പോകും എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് ഇറങ്ങാൻ പോവല്ല, പളനി. എന്താണെന്ന് അറിയത്തില്ല, വേറെ ഒരിടത്ത് പോയാലും എനിക്ക് കിട്ടാത്തൊരു സന്തോഷം എനിക്ക് പളനിക്ക് പോകുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സിനിമ സീരീസും കാണും. ലിറ്ററലി ഓരോ ദിവസവും സിനിമ സീരീസിലുമായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഇതിലെല്ലാത്തിലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഇമ്പാക്റ്റ് തന്നത് ഈ ഇടയ്ക്ക് കണ്ടതിൽ ബ്രേക്കിംഗ് ബാഡ്. അത് ഞാൻ കാണാൻ ഇത്ര താമസിച്ചു പോയി. പക്ഷെ എനിക്ക് ഈയിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ മെയ്യഴകൻ. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എനിക്ക് ആ സിനിമ ഇത്രയും ഇഷ്ടപ്പെടുമെന്ന്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഫീൽ ഗുഡ് മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ മെയ്യഴകൻ അങ്ങ് എനിക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ അങ്ങ് അറ്റത്ത് പോയി. അവരുടെ അഭിനയമാണെങ്കിലും ശരി, ആ സിനിമയുടെ ഒരു വൈബാണെങ്കിലും ശരി, മൊത്തത്തിൽ നോക്കുമ്പോൾ ആ സിനിമയ്ക്കകത്ത് ഒന്നുമില്ല. ഒരാൾ പണ്ടത്തെ അവരുടെ സ്ഥലത്തോട്ട് തിരിച്ചു വരുന്നു, ഒരുത്തൻ്റെ പേര് മറന്നു പോകുന്നു, അത്രേ ഉള്ളൂ കഥ. പക്ഷെ അത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു രീതി, ആ സിനിമയ്ക്ക് ഒരു പ്രത്യേക ജീവനുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. എല്ലാവരും അതൊന്ന് പോയി കാണണം. ജിമ്മൊക്കെ എങ്ങനെ പോകുന്നു? യൂട്യൂബും ജിമ്മും എൻ്റെ ഏറ്റവും വലിയ പരിപാടി. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഞാൻ ഒരുമിച്ചായിരുന്നു ബ്രേക്ക് എടുത്തത്. ഇപ്പോഴും ഒരു 4 മണി കഴിയാൻ നേരം ജിമ്മിൽ പോകാത്തതിൻ്റെ ആ ഒരു പെരുപ്പ് എനിക്ക് ഇപ്പോഴും എൻ്റെ ബോഡിക്ക് ഉണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു ഓക്കെ, ഇച്ചിരി റെസ്റ്റ് കൊടുക്കാൻ കുഴപ്പമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കറിയാം എനിക്കൊരു 3-4 മാസം മതി. പഴയത് എത്ര ഉണ്ടോ അത്രയും തന്നെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്കറിയാം. അതുകൊണ്ട് വലിയ ടെൻഷനില്ല ജിമ്മിൻ്റെ കാര്യത്തിൽ. പിന്നെ യൂട്യൂബിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് അതും വലിയ ടെൻഷനൊന്നുമില്ല. കാരണം ഒരുപാട് എന്നോട് ചോദിച്ചായിരുന്നു. 10 പേരെങ്കിൽ 10 പേര് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. ഇത്രയും ദിവസം ഈ കമ്പ്യൂട്ടർ ഞാൻ ഓൺ ആക്കിയിട്ടില്ല, കീബോർഡിൽ തൊട്ടിട്ടില്ല, മൗസിൽ തൊട്ടിട്ടില്ല, ക്യാമറ തൊട്ടിട്ടില്ല, ഒരു സാധനത്തിന് തൊട്ടിട്ടില്ല. ഇപ്പോഴത് ഓൺ ആക്കാൻ നേരം ഏതാണ്ട് പുതിയ സാധനം എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് നേരിട്ട് ചോദിച്ചാണെങ്കിലും ശരി, മെസ്സേജ് അയച്ച് ചോദിച്ചാണെങ്കിലും ശരി, വീഡിയോ ഇടാതെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേ ചോദിക്കാൻ തുടങ്ങി ബ്രേക്കപ്പ് ആയോന്ന്. ഞാൻ പറയണ്ടെന്ന് വെച്ചാൽ, പക്ഷെ ഇത്ര നാൾ വീഡിയോ ഇട്ടില്ല, ചെറുക്കൻ്റെ ബോഡി പോയി, വെയിറ്റ് കുറഞ്ഞു. ഇതൊക്കെ കാണുന്നവരെ എല്ലാവരും വിചാരിക്കുമോ ബ്രേക്കപ്പ് ആയിരുന്നു? അല്ല, ബ്രേക്കപ്പ് അല്ല, നോ ബ്രേക്കപ്പ്. ചില മഹാവ്യക്തികളൊക്കെ രാവിലെ എല്ലാവരും വെച്ച് എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ബ്രേക്കപ്പ് ആയെന്ന് മെസ്സേജ് ഇടുമായിരുന്നു. എനിക്ക് എന്നെ കരുതല്ല. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനി നല്ല വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ടാറ്റ.